ഹലോ, ഞാൻ ആലിക്കുട്ടി മാസ്റ്റർ, എറണാട് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഡയറക്ടർ, ഇടവണ്ണ, മലപ്പുറം. സെൻട്രൽ ഏഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമായ ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റ് സ്റ്റേറ്റ് ഡെൻ്റൽ ആൻഡ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെ ധാരാളം മലയാളി കുട്ടികളും ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികളും പഠിക്കുന്നുണ്ട്. വളരെയധികം ഇൻ്റർനാഷണൽ എക്സ്പോസർ കിട്ടുന്ന ഒരു സ്ഥാപനമാണിത്. നമ്മളെ ട്രസ്റ്റ് അഡ്മിഷൻ നടത്തിയിട്ടുള്ള ധാരാളം കുട്ടികൾ ഇവിടെ ഉണ്ട്. മലപ്പുറം, കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള കുട്ടികളാണുള്ളത്. മറ്റ് യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് വളരെ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണിത്. ഇൻഫ്രാസ്ട്രക്ചറും ഫാക്കൽറ്റിയും എടുത്തു പറയത്തക്ക പ്രത്യേകതയാണ്. കൂടാതെ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യയിലെ വളരെ നല്ല ഒരു രാജ്യമാണ്. ഇന്ത്യയിലെ ജനങ്ങളോട്, പ്രത്യേകിച്ചും കുട്ടികളോടൊക്കെ വളരെ നല്ല പ്ലീസിങ് ആയിട്ടുള്ള മനോഭാവമാണുള്ളത്. ഏത് രക്ഷിതാക്കൾക്കും സ്വന്തം കുട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞ് വിടാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ കോഴ്സ് എന്ന് പറയുന്നത് 5 വർഷം കോഴ്സും 1 വർഷം ഇൻറ്റേൺഷിപ്പുമാണ്. അതിനുശേഷം ലൈസൻസും ഇവിടുന്ന് കിട്ടുന്നതാണ്. NMCൻ്റെ റൂള് പ്രകാരം 54 മാസം നിർബന്ധമായിട്ടും വിദേശ രാജ്യങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരിക്കണമെന്നുണ്ട്. അതേ രൂപത്തിൽ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കണം. അത് രണ്ടും പൂർണ്ണമായിട്ട് ഇവിടെ പാലിക്കുന്ന യൂണിവേഴ്സിറ്റിയാണിത്. എല്ലാം കൊണ്ടും കുട്ടികൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ ട്രസ്റ്റിൽ നിന്നും വിട്ട കുട്ടികളുമായിട്ട് നമുക്ക് പരിചയപ്പെടാവുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതുമാണ്. ഞാൻ ആലിക്കുട്ടി മാസ്റ്റർ, എറണാട് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഡയറക്ടർ, ഇടവണ്ണ, മലപ്പുറം. നമ്മൾ എറണാട് എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ കീഴിൽ ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റ് സ്റ്റേറ്റ് ഡെൻ്റൽ ആൻഡ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർത്തിയ കുട്ടികളുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തുകയാണ്. മറ്റു കുട്ടികൾക്ക് അതൊരു പ്രോത്സാഹനജനകമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഹലോ, എന്താണ് പേര്? എൻ്റെ പേര് അഹമ്മദ് അഹമ്മദ്. എവിടുന്ന് വരുന്നത്? ഞാൻ മലപ്പുറം. ഞാൻ മുഹമ്മദ് സജാദ്. വീട് എവിടെയാണ്? വളാഞ്ചേരി. എന്താണ് യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? ഒന്ന് മറ്റു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഉപദേശം, ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് വിശദീകരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് 3 മാസമായി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആദ്യം ഇവിടെ വന്നിട്ട് ഒരു 3-4 കോളേജ് തപ്പിയിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത്. ഇപ്പോൾ നമ്മൾ അന്വേഷിച്ച അനുസരിച്ച് ഇവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, സർവീസ് ഫെസിലിറ്റീസ്, പിന്നെ യൂണിവേഴ്സിറ്റി ഫെസിലിറ്റീസ് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. അതാണ് ഒരു ബേസിക് ഫെസിലിറ്റി. അപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റി തപ്പിയിട്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ടീച്ചിങ് ഫെസിലിറ്റീസ്, പിന്നെ ഫാക്കൽറ്റീസ് ഓഫ് യൂണിവേഴ്സിറ്റി എല്ലാം തപ്പിയപ്പോൾ പിന്നെ എനിക്ക് ഫൈനലൈസ് ചെയ്ത ഈ യൂണിവേഴ്സിറ്റിയാണ്. കാരണം ഇത് ചുരുക്കി പറഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് ഒരു 6 കിലോമീറ്റർ ക്യാമ്പസ് ഉണ്ട്. അതിൽ തന്നെ അതാണ് കാർഡിയോളജിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെ ഒപ്തൽമോളജി വേറെ ഡിപ്പാർട്ട്മെൻറ്റ്, ഡെർമറ്റോളജി വേറെ ഡിപ്പാർട്ട്മെൻറ്റ്, അനാട്ടമിക്ക് മാത്രമായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്. പിന്നെ അതാണ് ഈ ഓൾമോസ്റ്റ് 6 കിലോമീറ്റേഴ്സ് തന്നെ ഫുൾ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആയിട്ടുള്ള ഇതാണ്. പിന്നെ ഹോസ്പിറ്റൽ തന്നെ അത് അവിടെ ഉണ്ട്. ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെയാണ്. ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ഇന്നലെ ഇപ്പൊ ഒരു 10 മിനിറ്റ് മുന്നേ ഒരു ആംബുലൻസ് പോയതാണ് ഉള്ളിൽ, ഒരു എമർജൻസി കേസ് ആയിട്ട്. പിന്നെ ഉള്ളത് ഹോസ്റ്റൽ ഫെസിലിറ്റി നോക്കുകയാണെങ്കിൽ അപ്പൊ കുട്ടികൾക്ക് രോഗികളുമായിട്ട് ഇന്ററാക്ഷൻ നടത്താനും കാര്യങ്ങൾ എക്സ്പോഷർ കിട്ടും അല്ലേ? നാട്ടിൽ അതേമാതിരി ഒരു നാട്ടിൽ എങ്ങനെ മെഡിക്കൽ കോളേജിൽ അതേമാതിരി ഫീൽ അവിടെ ഒരു വ്യത്യാസം നോക്കില്ല. പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ അപ്പാർട്ട്മെന്റ് എടുക്കുക, അല്ലെങ്കിൽ ഹോസ്റ്റൽ ഫസ്റ്റ് ഇയർ എന്തായാലും ഹോസ്റ്റൽ എടുക്കണം നല്ലത്. അപ്പൊ ഹോസ്റ്റൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു 3 ഷെയർ ചെയ്യണ ആൾക്കാർ. അപ്പോൾ ഒരു റൂമിൽ തന്നെ നമ്മൾ ഒരാൾ $1000 വെച്ച് കൊടുത്താൽ മതി. പിന്നെയുള്ള 2 പേർക്ക് നിൽക്കുകയാണെങ്കിൽ $1300. പിന്നെ 3 പേർക്ക് 4 പേര് നിൽക്കുകയാണെങ്കിൽ $800 കൊടുത്താൽ മതി. ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മള് ആ ബ്ലോക്കിൽ തന്നെ 2 കിച്ചൺ നമുക്കായിട്ട് തന്നെ ഉണ്ട്. പിന്നെ അലക്കാനുള്ള സൗകര്യം അതൊക്കെ വേറെ, വാഷിംഗ് മെഷീനും ഒക്കെ വരും. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമുക്ക് ബാത്റൂം ഉണ്ട്. നിന്റെ അഭിപ്രായത്തിൽ എന്താണ് യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം? നമ്പർ 1 യൂണിവേഴ്സിറ്റിയാണ്. കാരണം എല്ലാവിധ അപ്രൂവലും കാര്യങ്ങളുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പാക്കേജ് എന്ന യൂണിവേഴ്സിറ്റി കൂടിയാണ് PTSDI. ഓൾമോസ്റ്റ് 100 കൊല്ലത്തിന്റെ മുകളിലുണ്ട്. പിന്നെ ഇപ്പൊ തന്നെ ഏകദേശം കുറെ ഇന്ത്യൻ സ്റ്റുഡൻസും പാകിസ്ഥാൻ സ്റ്റുഡൻസും കുറെ സ്റ്റുഡൻസ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്. കമ്പാരിറ്റീവ്ലി അതർ കോളേജിൽ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറെ കുട്ടികളുണ്ട് ഇവിടെ പഠിക്കുന്നത്.
പിന്നെ ഇവിടുത്തെ കരിക്കുലം ആണെങ്കിലും എല്ലാം നമ്മൾ കരിക്കുലം വെച്ചാൽ ഓരോ എക്സാം കഴിഞ്ഞിട്ട് ഓരോ ക്ലാസ് കഴിഞ്ഞാലും അപ്പൊ തന്നെ എക്സാം ആണ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒരു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ്. അതിനൊരു പ്രശ്നം. നല്ല ഫാക്കൽറ്റി ആണ് അല്ലേ? കമ്മ്യൂണിക്കേഷൻ ഒക്കെ നല്ല ശരിക്കും നടക്കുന്നുണ്ട്. ആൾക്കാർ നല്ല ഫ്രണ്ട്, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എല്ലാവരും നല്ല കോപ്പറേറ്റീവ്. പിന്നെ ഹോസ്റ്റലില് പിന്നെ മറ്റു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സഹായിക്കാൻ വേണ്ടി തന്നെ അവിടെ ആൾക്കാരും. നമ്മുടെ ട്രസ്റ്റിന്റെ കീഴിൽ വന്ന കുട്ടികളൊക്കെ നിങ്ങള് ഒരേ ഹോസ്റ്റലിൽ താമസിക്കുന്നത്? നമ്മളെ കോളേജിന് നമ്മളെ കോളേജ് ഹോസ്റ്റൽ തന്നെ നമുക്കുണ്ട് ഇവിടെ. ഇനിയിപ്പോ അടുത്ത് ഇങ്ങോട്ട് ഏതെങ്കിലും കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന അവർക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കാണ്ട് മൊത്തത്തിൽ എന്താണെന്നൊരു അഭിപ്രായം അവർക്ക് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ അത് നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കണ്ടനുസരിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഇത് തന്നെ. ഇതിൽ ഫെസിലിറ്റീസും ഇവിടുത്തെ പ്രൊഫസേഴ്സിന്റെ സ്പീക്കിംഗ് സ്കിൽസും എല്ലാം അനുസരിച്ച് എനിക്ക് ഇവിടെ തന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ എല്ലാ ദിവസവും ഓൾമോസ്റ്റ് കോളേജ് കുറെ ഒരുമിച്ച് പോയത്. ഓക്കെ, താങ്ക് യു. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റ് സ്റ്റേറ്റ് ഡെന്റൽ ആൻഡ് മെഡിക്കൽ ഹോസ്പിറ്റലിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെ ഹോസ്പിറ്റലുണ്ട്. ഡെന്റൽ അല്ല ഇത് ഉദ്ദേശിക്കുന്നത്, MBBS കോഴ്സാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ 500 ബെഡഡ് ഹോസ്പിറ്റലാണിത്. എന്താ ഒന്ന് വിശദീകരിച്ചു കൊടുക്കും? അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇതാണ്. ഒന്നുള്ള കാർഡിയോളജി ഇവിടെ ഉണ്ട്, നെഫ്രോളജി ഉണ്ട്, ഡെർമറ്റോളജി ഉണ്ട്. പിന്നെ വേറെ ഒപ്തൽമോളജി ഒക്കെ അതിനായിട്ട് വേറെ ബ്ലോക്ക് ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഒരു ആംബുലൻസ് നേരത്തെ വന്നു പോയത് 10 മിനിറ്റ് മുന്നേ, 15 ഇപ്പോൾ 20 മിനിറ്റ് ആയിരുന്നു. അതൊരു എമർജൻസി കേസ്, അതൊക്കെ ഇവിടെയാണ് അഡ്മിറ്റ് ചെയ്യുക. ഇവിടെ ഓൾമോസ്റ്റ് ഒരു 500 സംതിങ് ബെഡ്സ്, സെപ്പറേറ്റ് റൂംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് നാട്ടിലായ മാതിരി മെഡിക്കൽ കോളേജ് മാതിരി തന്നെ ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസ്, ഒന്നാമത് ഇവിടെ ടർഫ് ഉണ്ട് കുട്ടികൾക്ക്, സ്റ്റുഡൻസിനായിട്ട് മാത്രം. പിന്നെ അവിടെ അപ്പുറത്ത് അവിടെ വോളിബോളിന്റെ ഇൻഡോർ ഉണ്ട്. അങ്ങനത്തെ എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഈ ഡെന്റൽ എന്ന് കാണുമ്പോൾ ഡെന്റൽ BDS കോഴ്സാണ് തെറ്റിദ്ധരിച്ചു വരുന്നത്. MBBS കോഴ്സാണ് ഇവിടെ നടക്കുന്നത്. രണ്ടും ഉണ്ട് ഇവിടെ, ഡെന്റലും ഉണ്ട് MBBS കോഴ്സ്. നമ്മൾ ഇന്ത്യയിൽ നിന്നും നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ കുട്ടികൾ വരുന്ന ഇപ്പം ഇവരൊക്കെ നമ്മളെ ട്രസ്റ്റിന്റെ കീഴിൽ വന്ന കുട്ടികളൊക്കെ നമ്മൾ MBBS-ലാണ് ചേർത്തിയത്. ഡെന്റലിന് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ സൗകര്യങ്ങളുള്ള കോളേജുകൾ ഇഷ്ടം മാതിരി ഉണ്ട്. ഒരു നാട്ടിൽ എങ്ങനെ മെഡിക്കൽ കോളേജിൽ അതേമാതിരി ഫീൽ അവിടെ ഒരു വ്യത്യാസം നോക്കില്ല. പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ അപ്പാർട്ട്മെന്റ് എടുക്കുക, അല്ലെങ്കിൽ ഹോസ്റ്റൽ ഫസ്റ്റ് ഇയർ എന്തായാലും ഹോസ്റ്റൽ എടുക്കണം നല്ലത്. അപ്പൊ ഹോസ്റ്റൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു 3 ഷെയർ ചെയ്യണ ആൾക്കാർ. അപ്പൊ ഒരു റൂമിൽ തന്നെ നമ്മൾ ഒരാൾ $1000 വെച്ച് കൊടുത്താൽ മതി. പിന്നുള്ള 2 പേർക്ക് നിൽക്കുകയാണെങ്കിൽ $1300. പിന്നെ 4 പേർക്ക് നിൽക്കുകയാണെങ്കിൽ $800 കൊടുത്താൽ മതി. ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മള് ആ ബ്ലോക്കിൽ തന്നെ 2 കിച്ചൺ നമുക്കായിട്ട് തന്നെ. പിന്നെ അലക്കാനുള്ള സൗകര്യം അതൊക്കെ വേറെ, വാഷിംഗ് മെഷീനും ഒക്കെ വരും. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമുക്ക് ബാത്റൂം ഉണ്ട്. താഷ്കന്റ് സ്റ്റേറ്റ് ഡെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മെഡിക്കൽ അക്കാദമിയെ കുറിച്ചുള്ള വീഡിയോ ആണ് നിങ്ങൾ ഇതുവരെ കണ്ടത്. എറണാകുളം എഡ്യൂക്കേഷൻ ട്രസ്റ്റ് മുഖാന്തരം അഡ്മിഷൻ നേടിയ കുട്ടികളിൽ നിന്നും യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ലഭിച്ചുവല്ലോ. ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആവശ്യമുള്ള കുട്ടികൾ എറണാകുളം എഡ്യൂക്കേഷൻ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9447718575.